എനിക്ക് ഏറെ പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീമതി ഇന്ദിരാകൃഷ്ണൻ ചേച്ചിയുടെ അമ്മ എന്ന നോവലിൻ്റെ ഞാൻ വായിക്കുന്നത് 3-ാമത്തെ ഭാഗം, അധ്യായം 5 ഞാൻ കഴിഞ്ഞ 2 ലക്കങ്ങളിലായിട്ട് 4 അധ്യായങ്ങൾ വായിച്ചിരുന്നു. ഇത് 5-ാമത്തെ അധ്യായമാണ് കേട്ടോ. നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതണം കേട്ടോ. കോളിംഗ് ബെൽ വീണ്ടും അടിച്ചു. മീനാമാമിയായിരുന്നു. ബാഗ് മേശപ്പുറത്ത് വെച്ചു. അടുത്ത് വന്ന് ചേർന്നിരുന്നു. കയ്യിലെടുത്തു. എനിക്ക് നിന്നെ അടിക്കാനുള്ള ദേഷ്യമുണ്ട്. നീ ഞങ്ങളെയൊക്കെ അറിയിക്കാതിരുന്നത് കുറുമ്പാ. നിൻ്റെ അമ്മയെ കാണാൻ ഇടയ്ക്കൊക്കെ വന്നവരല്ലേ ഞങ്ങൾ. എനിക്ക് ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെയായി. അമ്മയ്ക്ക് ശ്വാസത്തിന് പ്രശ്നം തുടങ്ങിയപ്പോൾ അറിയിച്ചതാ നാട്ടിൽ. ആരും വന്നില്ല. മരിച്ചപ്പോൾ എൻ്റെ ആഗ്രഹം നാട്ടിൽ കൊണ്ടുപോകണം എന്നായിരുന്നു. അമ്മ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം, നാട്ടിലേക്കൊന്നും കൊണ്ടുവരണ്ടെന്ന് ഏട്ടനും ചേച്ചിയും പറഞ്ഞപ്പോൾ ആകെ തകർന്നു. പിന്നെ എന്തോ ഗുരുത്വത്തിന് NSS മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട് അവർ വന്ന് എല്ലാം ശരിയാക്കി തന്നു. എനിക്ക് ആകെ ബുദ്ധി മരവിച്ച പോലെയായിരുന്നു. മനഃപൂർവ്വമല്ല മാമി. അടുത്ത ഫ്ലാറ്റിലുണ്ടെങ്കിലും ലക്ഷ്മി പോയി പറഞ്ഞു. അവർ വന്നിരുന്നു. അവർ കുറച്ച് ദിവസം നിൽക്കും, കർമ്മം ചെയ്തേ പോകൂ എന്ന് വിചാരിച്ചു. ചേച്ചിയും ഏട്ടനും റിട്ടയറായതാ. കുഞ്ഞേച്ചിക്ക് മാത്രമേ ലീവ് വേണ്ടൂ. അവരതിനും തയ്യാറായില്ല. ലക്ഷ്മിയും പോയപ്പോൾ ഒറ്റ കിടത്തം കിടന്നതാ. ഇടയ്ക്ക് വല്ലപ്പോഴും കാപ്പി വെച്ച് കുടിക്കും. ഇന്നലെയാണ് ശരിക്കിറങ്ങിയത്. അമ്മയ്ക്ക് പോയേ തീരൂ. നിൻ്റെ മകനാണെങ്കിൽ ഓടി വരാനും പറ്റില്ല. ഇങ്ങനെ ഒറ്റയ്ക്കായാൽ നിനക്ക് പ്രശ്നം തന്നെ. ഇല്ല മമ്മി, ഞാൻ കുട്ടികളോട് ട്യൂഷന് വന്നോളാൻ പറഞ്ഞു. 2 നേരവും എൻഗേജ്ഡ് ആവും. കാറ്ററിങ്ങും സാവധാനത്തിൽ തുടങ്ങും. വെറുതെ ഇരിക്കുമ്പോഴാണ് ഒറ്റയ്ക്കെന്ന് തോന്നൽ വരിക. അത് ശരിയാ. കാറ്ററിംഗ് ഒരു തൊഴിലെന്നതിലേറെ മനസ്സിന് നല്ല സന്തോഷം. നാട്ടിൽ എൻ്റെ വീട്ടിലും അമ്മാവും അപ്പാവും ചെയ്തിരുന്നു. മുറുക്കും ലഡുവുമൊക്കെ സ്ഥിരം ഉണ്ടാക്കും. പിന്നെ 50 ആൾ വരെയൊക്കെയുള്ള സദ്യ ഏറ്റെടുക്കും. അതുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത്. എനിക്കൊക്കെ മുറുക്ക് ചുറ്റാനൊക്കെ നല്ല വശ. അരിക്കൊണ്ടാട്ടമൊക്കെ നിറച്ചുണ്ടാക്കി പോക്കറ്റിലാക്കി വിൽക്കും. കടുമാങ്ങ, നാരങ്ങ ഒക്കെ ധാരാളം ഉണ്ടാക്കി വിൽക്കും. ഇപ്പോഴും ഞങ്ങളുടെ അഗ്രഹാരത്തിൽ മാമിമാർ പലരും മുറുക്കും ചീടയും കൊണ്ടാട്ടവും ഉപ്പിലിട്ടതും ഉണ്ടാക്കിയാണ് കഴിയുന്നത്. മനസ്സെപ്പോഴും ഇതിൽ നിൽക്കണ കാരണം ദുഃഖം കുറയും. പിന്നെ നമ്മളുണ്ടാക്കിയത് നന്നായി എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും വരുന്നത് മനസ്സിന് സന്തോഷവും തരും. രാവിലെ ട്യൂഷന് വരുന്ന കുട്ടികൾക്ക് ഭക്ഷണം ഏർപ്പാട് ചെയ്ത് കൊടുക്കാമോ എന്ന് 2 കുട്ടികളുടെ അമ്മമാരാണ് ആദ്യം ചോദിച്ചത്. ഇപ്പോൾ വരുന്ന കുട്ടികൾക്കൊക്കെ ഭക്ഷണം എവിടുന്ന? ഞാൻ കണക്കൊന്നും നോക്കാറില്ല, തന്ത് വാങ്ങും. കുട്ടികൾ കഴിക്കണതിൻ്റെ കണക്കും നോക്കാറില്ല. അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അവർ തന്നെ പ്ലേറ്റ് എടുത്ത് വിളമ്പി കഴിച്ച് പാത്രം കഴുകി വെച്ചോളും. ഫീസ് തരുന്നതിനൊപ്പം തരുന്ന പണത്തിൻ്റെ കണക്ക് നോക്കാറില്ല. ചിലർ തരുന്നത് അധികമാവും, ചിലർ തരുന്നത് കുറവും. അമ്മ കിടപ്പായപ്പോൾ കഷ്ടമായി അവരുടെ കാര്യം. അകലെ നിന്നും വരുന്ന ചില കുട്ടികൾക്ക് മാത്രം നിർത്തിയിട്ടില്ല. മാമി പറഞ്ഞത് ശരിയാ. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് സന്തോഷം തന്നെയാണ്. ട്യൂഷൻ എടുക്കുന്നതും കാശ് സമ്പാദിക്കുന്നതിലേറെ മനസ്സിന് സന്തോഷം. ശരിയാ മാമി, കുട്ടികളോടൊപ്പം ഇരിക്കുന്നത് സന്തോഷം തന്നെയാണ്. പഠിച്ചു പോയവർ പോലും എന്ത് സന്തോഷത്തോടെ ഫോൺ വിളിക്കുകയും വരും ചെയ്യുക. അത് ഈ നാട്ടിലെ സ്വഭാവവും കൂടിയാണ്. നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്കൊന്നും ഇത്ര അടുപ്പം ഉണ്ടാവില്ല. അതും ശരിയാ മാമി. കുറച്ച് പേര് വന്നു. വർത്തമാനം പറഞ്ഞിരുന്ന കാരണം ഞാൻ വാഷിംഗ് മെഷീനിലെ തുണി എടുത്ത് തോരയിടാൻ മറന്നു. അത് തോരയിട്ടിട്ട് വരാം. TV വെച്ചോളൂ. നോവൽ 6-ാം അധ്യായം തുടരുന്നു. ഞാൻ എനിക്കുള്ള ചോറ് കൂടി എടുത്തുകൊണ്ട് പോന്നു. നീ തന്നെ ആയാൽ ഉണ്ണില്ലെന്നറിയാം. അവിടെ ഞാനും ഒറ്റയ്ക്കല്ലേ ഇരുന്നുണ്ടെന്നത്. സീത സാമ്പാറാണ് ഉണ്ടാക്കിയത്. അത് പുലയിൽ കൂട്ടില്ലല്ലോ. ഞാൻ ഇത്തിരി അരച്ച് കലക്കി ഉണ്ടാക്കി. കുറച്ച് മോരും കാച്ചി. മാതളത്തുണ്ട് ഇഞ്ചിയും കറിവേപ്പിലയും മഞ്ഞളും ചേർത്ത്. കായും പയറും മെഴുക്ക് വരട്ടി. ചോറ് നല്ല ചൂടാ. ഇലക്ട്രിക് കുക്കറിലായതുകൊണ്ട് ആറില്ല. കാസറോളിലാക്കി വെച്ചാലും ആറും. ഞാൻ പുലയൊന്നും നോക്കിയില്ല. മാമി മരിച്ച സംസ്കാരം കഴിഞ്ഞപ്പോൾ കേറ്ററിംഗുകാരെ വിളിച്ചല്ലേ ഭക്ഷണം കൊണ്ടുവരിച്ചത്. സാമ്പാറും വത്തക്കുഴമ്പും ഉള്ളി ചേർത്ത തോരനുമായിരുന്നു.
ഒരു മുഴുവൻ ദിവസം ഭക്ഷണം കഴിക്കാഞ്ഞുകൊണ്ട് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. വയറ് നിറച്ച് കഴിച്ചു. രാത്രിയും പിറ്റേ ദിവസവും രാവിലെയും പാഴ്സൽ തന്നെ. 4 ദിവസമായി ഈ ഇരിപ്പല്ലേ. എപ്പോഴാ ശ്വാസം പോണേന്ന് നോക്കി. നടും പുറവും കാലും ഭയങ്കര വേദനയായിരുന്നു. അവർ പോണെന്ന് കുറച്ച് ചോറ് വെച്ചു. ഒരു കഷ്ണം ചേന ഇരുന്നിരുന്നു. അതും പരിപ്പും കൂടി മുളകുശ്യം വെച്ചു. ചെറിയേച്ചി കുറച്ച് കടുമാങ്ങ കൊണ്ടുവന്നിരുന്നു. അതും കൂട്ടി എല്ലാവരും ഉണ്ട്. ഉച്ചതിരിഞ്ഞ് അവർ പോയപ്പോൾ ഒരു ഉറക്ക ഗുളികയും കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം 10 മണിക്കാണ് എണീറ്റത്. എന്തായാലും നല്ല കോലായി. ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. അവർ പോയ ശേഷം പട്ടിണിയല്ലേ മാമൻ. വെറും കാപ്പി വെച്ച് കുടിക്കും. മാവുണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കാമെന്ന് വെച്ച് മാവ് ഉണ്ടായിരുന്നില്ല. അരയ്ക്കാൻ മടി. കഞ്ഞി വെച്ച് കുടിക്കാനും മടി. ഒന്നും വേണമെന്ന് തോന്നാതെ അടഞ്ഞു കിടന്നു. അമ്മ പോയതോടെ ദേഹത്തിലെ ശക്തി പോയ പോലെ. ചേച്ചിക്കും ഏട്ടനുമൊക്കെ കുറച്ച് ദിവസം നിൽക്കുന്നുണ്ട്, പ്രശ്നമില്ല. വീട്ടിൽ മക്കളുണ്ട്. ചെറിയേച്ചിക്കാ പ്രശ്നം. 2 പെൺകുട്ടികളാ. ഏട്ടനകലെയാണ് ജോലി, എത്താൻ വൈകും. അവർക്ക് നാണക്കേടുണ്ടാവും. എല്ലാവരും ചോദിക്കില്ലേ എന്താ നാട്ടിൽ കൊണ്ടുവരാത്തതെന്ന്. അതുമാവാം. മോൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയില്ല. നാട്ടിൽ അമ്മ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ കൊണ്ടുവന്നത് ശരിയല്ല എന്ന് തോന്നി. ഓപ്പോളും അനിയനുമൊക്കെ അതേ അഭിപ്രായമായിരുന്നു. പിന്നെ എന്ത് കാര്യത്തിനും ഏട്ടൻ്റെ കൂടെ ജോലി ചെയ്യണവരും ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക്. പോരാത്തതിന് അമ്മ പറയാറുണ്ടായിരുന്നു എന്നെ നമ്മുടെ ചുടലയിൽ തന്നെ വെക്കണം എന്ന്. പഴയ ആൾക്കാരല്ലേ, അവർക്ക് അങ്ങനെയൊക്കെ മനസ്സിലുണ്ടാവും. എനിക്കങ്ങനെയൊന്നും ഇല്ല. ഞങ്ങളുടെ അഗ്രഹാരത്തിലും വീട്ടിൽ വെക്കണം പതിവില്ലല്ലോ. ഒരു നിലയ്ക്ക് അതാ മാമി നല്ലത്. മരിച്ചാലെങ്കിലും എൻ്റെ വീട്, എൻ്റെ മണ്ണ്, എൻ്റെ മക്കൾ എന്നുള്ള ചിന്ത പോകണമല്ലോ. മോൻ വിളിക്കാറില്ലേ? ദിവസവും വിളിക്കും. അമ്മ ഒറ്റയ്ക്ക് കിടക്കരുത്, ആരെങ്കിലും ഫുൾ ടൈം നിൽക്കാൻ അന്വേഷിക്കണം എന്ന് പറയും. എന്തിനാ ഇനി എനിക്കങ്ങനെ ഒരാൾ? അതും ശരിയാ. പകലൊരാളെ നിർത്തുന്നത് അനാവശ്യമാണ്. ഞാൻ നമ്മുടെ മെയിൻ്റനൻസിലെ പെണ്ണുങ്ങളോട് ചോദിക്കാം, രാത്രി കിടക്കാൻ ആരെങ്കിലും കിട്ടുമെന്ന്. ഒക്കെ ഈ ഒറ്റ മുറിയിൽ 5000 4000 വാടകയും കൊടുത്ത് മക്കളും കുട്ടികളും കൂടി കൂടുന്നവരാവും. അവരാ, അല്ലെങ്കിൽ അവരുടെ പ്രായമുള്ള കുട്ടികളോ ആയാൽ മതിയല്ലോ. അതെ, കുഴപ്പമില്ല. രാത്രിയിൽ ആഹാരവും എന്തെങ്കിലും പണവും കൊടുക്കാം. ശരി, മണി 12 കഴിഞ്ഞു. നീ ഉണ്ടിട്ട് 3 ദിവസം കഴിഞ്ഞില്ലേ, നമുക്കുണ്ണാം. എഴുന്നേറ്റ് പ്ലേറ്റ് കഴുകിയെടുത്തു. ഫ്രിഡ്ജിൽ നിന്ന് കടുമാങ്ങ കുപ്പിയും എടുത്തു. മീനാമാമി തന്നെ വിളമ്പി. മീനാമാമിയോടൊപ്പം ഇരുന്നുണ്ണുമ്പോൾ അമ്മയെ ഓർമ്മ വന്നു. അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു ഒരുമിച്ചിരുന്നുണ്ണുന്നത്. ചേച്ചി ഒരിക്കലും ഒപ്പം ഇരിക്കാറില്ല അത്രേ. ഏട്ടനും ചേച്ചിയും കൂടി അമ്മയുടെ കഴിഞ്ഞേ ഇരിക്കും. മേശപ്പുറത്ത് നിരത്തി വയ്ക്കും. എല്ലാം ഒരിക്കലും വിളമ്പി കൊടുക്കാറില്ല അത്രേ. എത്ര വിളമ്പി തന്ന അമ്മയാ. അപ്പോൾ അടുത്ത ലക്കത്തിൽ കാണാം.